ജീവിതത്തില്, എന്റെ കുടുംബ ജീവിതത്തില്, എന്റെ ഭാര്യ ജീവിതത്തില് ഈ സർവശക്തി നിറയട്ടെ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്നെ മാറ്റിയിരിക്കുന്ന ദൈവ പൈതലേ, മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്നെ മാറ്റിയിരിക്കുന്ന ദൈവ പൈതലേ, മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്നെ മാറ്റിയിരിക്കുന്ന ദൈവ പൈതലേ, മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്നെ മാറ്റിയിരിക്കുന്ന ദൈവ പൈതലേ. ദൈവത്തിന്റെ വചനം ചേരുമ്പോൾ മാറി കരളി കൃപ ചൊരിയും. ദൈവത്തിന്റെ വചനം വന്നു ചേരുമ്പോൾ മാറി കരളി കൃപ ചൊരിയും. വിശ്വസിക്കാത്ത ദൈവം ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കാത്ത ദൈവം ചെയ്യാൻ പോകുന്നു. സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാമം ചെയ്യാൻ പോകുന്നു. പിന്നെ കാര്യങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് പ്രിയമുള്ളവരെ, നിന്നെ നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ പോവല്ലേ. ഇത് സയൻസ് തരുന്നൊന്നുമല്ല, മറിച്ച് ദൈവം തരുന്നതാണ്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന അപ്പുറമായിട്ട് എന്റെ കുടുംബത്തിലേക്ക്, വ്യക്തിപരമായ ജീവിതത്തിലേക്ക്, പാരമ്പര്യത്തിലേക്ക് കടന്നുവന്ന ഓരോ ബന്ധനങ്ങളും തമ്പുരാന്റെ ശക്തിയാൽ വിടുതൽ കിട്ടും. രക്തത്തെ യോഗത്തിൽ വിശദീകരണം പ്രാപിക്കും. എങ്കിലും ആ പാട്ട് ഇപ്പൊ തന്നെ പാടുമ്പോൾ നിന്റെ ജീവിതത്തെ കർത്താവ് വിടുതൽ തരുന്നു. എത്ര അർത്ഥപൂർണമായ പാട്ടാണ്. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത ഒന്നാണ്, കേട്ടാലും സമ്മതിക്കാത്ത ഒന്നാണ്. ഇതാ പാട്ടിന്റെ ഈരടികൾ, രണ്ടു വരികൾ ഒന്ന് ലയിച്ച് പ്രാർത്ഥനയ്ക്ക് മാറ്റിക്കൊണ്ട് സംഭവിക്കുന്ന കണ്ടുകൊണ്ട് പാടുകയെ. വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. അതുപോലെ വിടലാണ് പ്രിയമുള്ളവരെ ചെയ്യുന്ന പ്രവൃത്തി. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാഥൻ ചെയ്യാൻ പോകുന്നു. എല്ലാവരും ഇരിക്കാം. പ്രിയമുള്ളവരെ, വീണ്ടും ചിന്തിക്കുക. എന്റെ വ്യക്തിപരമായ ചില തെരഞ്ഞെടുപ്പുകളാണ് എന്റെ ജീവിതത്തിലേക്ക് ദുഃഖം കടന്നു വരുന്നത്. അങ്ങനെ ഞാൻ ചെയ്ത പ്രവൃത്തിയിലൂടെ ദുഃഖം കടന്നു വരുമ്പോൾ അങ്ങനെ സ്വഭാവമാകുന്ന രൂപപ്പെട്ടില്ലേ, നമുക്ക് വിടുതൽ കിട്ടും. അതാണ് ഇന്നത്തെ ശുശ്രൂഷ. അപ്പൊ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് തിന്മ കടന്നു വന്നപ്പോൾ ഞാൻ രൂപപ്പെടുത്തിയ ബന്ധനങ്ങള്, ദുഃഖത്തിന്റെ അവസ്ഥ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് വിടുതൽ പ്രാപിക്കും. അടുത്തത് ചിന്തിച്ചു നോക്കി കാര്യമായിട്ട് ജസ്റ്റ് ഒന്ന് ഇപ്പം നിങ്ങളോട് പങ്കുവയ്ക്കാം. സോളമന്റെ അധപ്പതൻ. സോളമൻ ആരായിരുന്നു? അത്രമാത്രം നല്ല വ്യക്തി, ദൈവത്തിനേറെ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ചില സ്വകാര്യ പ്രവൃത്തികള്, വ്യക്തിപരമായ ചില പ്രവൃത്തികള് അദ്ദേഹത്തെ തകർത്തു. അതിന് ചില ബലഹീനതയുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ബലഹീനത അദ്ദേഹത്തിന്റെ അപ്പനിൽ നിന്ന് കടന്നു വന്നാകാം. അതിൽ നിന്ന് വിടുതൽ കിട്ടുമായിരുന്നു. ഫലപ്രദമായിട്ട്
1 രാജാക്കന്മാര് 11-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുന്നു. വായിക്കാം. നിങ്ങൾ അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്. അവർ നിങ്ങളുമായും അവർ നിങ്ങളുടെ ഹൃദയങ്ങളെ താങ്കളുടെ ദേവന്മാരിലേക്കും വശീകരിച്ചു കളയും എന്നവരെ കുറിച്ച് കർത്താവ് അരുളി ചെയ്തിരുന്നു. സോളമനാകട്ടെ അവരെ ഗാഢമായി പ്രേമിച്ചു. വീണ്ടും പ്രിയമുള്ളവര്, ഇങ്ങനെ ഓരോരോ പ്രവൃത്തി നിമിത്തമായിട്ട് എന്ത് ചെയ്തു? പിന്നീട് സോളമനെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ അവന്റെ ജീവിതത്തില് വലിയ ബന്ധനങ്ങൾ വരുന്നുണ്ട്, വലിയ തകർച്ചകൾ വരുന്നുണ്ട്. ഇന്നെന്റെ കുടുംബത്തിലേക്ക് ഒരുപക്ഷെ ഞാൻ വിചാരിക്കാത്ത രീതിയിൽ ബന്ധനങ്ങളും തകർച്ചകളും വരുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ കാരണമുണ്ട് പ്രിയമുള്ളവരെ. ഇവിടെ നാം കാണുന്നതാണത് 4-ാം വാക്യം. സോളമന് വാർദ്ധക്യമായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് തിരിച്ചു. പ്രൈസ് ദി ലോർഡ്. യഹോവ എത്രമാത്രം സ്നേഹിച്ച വ്യക്തിയായിരുന്നു, കൽപ്പന പാലിച്ച വ്യക്തിയായിരുന്നു, മറ്റു രാജാക്കന്മാർക്ക് മാതൃകയായ ഒരു രാജാവായിരുന്നു. എന്നിരുന്നാലും ദൈവകൽപ്പനകൾ ധിക്കരിക്കുകയും ലംഘിക്കുകയും ചെയ്യുകയും അവന്റെ ഉള്ളിൽ ഒരു തിന്മയുടെ അംശം, ആ തിന്മയുടെ അംശം അവൻ പ്രവേശിച്ചു, അതവനെ നശിപ്പിച്ചു. ഇതാണ് പ്രിയമുള്ളവരെ. എന്നിരുന്നാലും ദൈവം പൂർണ്ണമായും സോളമനെ നശിപ്പിച്ചില്ല. ദാവീദിനോട് കർത്താവ് ചെയ്ത വാഗ്ദത്തം പ്രകാരമാണ്. എങ്കിലും അവൻ നശിക്കപ്പെട്ടില്ലേ പ്രിയമുള്ളവരെ? ഇതുപോലെ നമ്മുടെ ജീവിതത്തിലേക്കും ചില തിന്മയുടെ കെട്ടുകൾ കടന്നു വരും. അത് നമ്മളെ വിരിഞ്ഞ് മുറുക്കും. പല രാജാക്കന്മാരെയും ഒക്കെ വിരിഞ്ഞ് മുറുക്കി അവരെ നശിപ്പിച്ചതുപോലെ തന്നെ തിന്മ കടന്നു വന്ന് നമ്മെ കീഴടക്കും. ഇതാ 4-ാം വാക്യത്തിൽ പറയുന്നു, പിതാവായ ദാവീദ് ദൈവമായ കർത്താവിനോട് വിശ്വസ്തനായിരുന്നത് പോലെ അവൻ അവിടുത്തോട് പരിപൂർണ വിശ്വസ്ത പാലിച്ചില്ല. അവന്റെ അവസ്ഥയെ കുറിച്ച് 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അവന് രാജ്ഞി സ്ഥാനമുള്ള 700 ഭാര്യമാരും 300 ഉപനാരികളും ഉണ്ടായിരുന്നു. അവർ അവന്റെ ഹൃദയത്തെ വ്യതിചലിപ്പിച്ചു. അതാണ് പ്രിയമുള്ളവരെ, തിന്മ പ്രവേശിച്ച് നാശത്തിലേക്ക് കൂപ്പൂത്തുന്ന പലതരത്തിലുള്ള തിന്മകള് നമ്മെ കീഴടക്കും. നീ ആ തിന്മകളെ തിരിച്ചറിയണം. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അങ്ങനെ 6-ാം വാക്യത്തിൽ പറയുന്ന പോലെ അവൻ ദൈവത്തിന് മുമ്പാകെ അനിഷ്ടം പ്രവർത്തിച്ചു. ദൈവത്തിൽ